ആവേശകരമായ യുവേഫ നേഷൻസ് ലീഗ് ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി പോർച്ചുഗൽ ചാമ്പ്യന്മാരായി. നിശ്ചിത സമയത്തും അധിക സമയത്തും 2-2 എന്ന നിലയിൽ സമനിലയിൽ പിരിഞ്ഞ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിന്റെ മികവിൽ അവസാനിച്ചു. 2019 ശേഷം ഇത് പോർച്ചുഗലിന്റെ രണ്ടാമത്തെ നേഷൻസ് ലീഗ് കിരീടമാണ്. ഇതോടെ ഈ ടൂർണമെന്റിൽ ഒന്നിലധികം തവണ ജേതാക്കളാകുന്ന ആദ്യ ടീമായി പോർച്ചുഗൽ മാറി. പോർച്ചുഗൽ-സ്പെയിൻ മത്സരം 40-കാരനായ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയും 17-കാരനായ യങ് സെൻസേഷൻ ലാമിൻ യമാലും തമ്മിലുള്ള ആദ്യ പോരാട്ടമെന്ന നിലയിലും ശ്രദ്ധേയമായിരുന്നു. മത്സരത്തിനു ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ സ്പെയിന്റെ യുവതാരം ലാമിൻ യമാലിനെ പ്രശംസിച്ച് സന്ദേശം നൽകി. അവൻ ഒരുപാട് കിരീടങ്ങൾ നേടും. അവനൊരു അസാധാരണ പ്രതിഭയാണ്. അവന് വളരെ നീണ്ടൊരു കരിയറുണ്ട്. തീർച്ചയായും അവൻ നേഷൻസ് ലീഗ് പലതവണ നേടും, റൊണാൾഡോ പറഞ്ഞു. കൂടാതെ സ്പെയിൻ പരിശീലകൻ ലൂയിസ് ഡി ലാ ഫ്യൂവനെ പിന്തുണച്ച് റൊണാൾഡോ കൂട്ടിച്ചേർത്തു. സ്പാനിഷ് പരിശീലകൻ ഒരു അസാധാരണ വ്യക്തിത്വമാണ്. റൊണാൾഡോയുടെ ഈ വാക്കുകൾ സ്പെയിന്റെ തന്ത്രപരമായ മികവിനെ അംഗീകരിക്കുന്നതും യുവതാരങ്ങളോടുള്ള പ്രോത്സാഹനവും റൊണാൾഡോയുടെ സ്പോർട്സ്മാൻഷിപ്പും പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഈ നേഷൻസ് ലീഗ് കിരീടം റൊണാൾഡോയുടെ മൂന്നാമത്തെ അന്താരാഷ്ട്ര കിരീടമാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.